ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം കേട്ടോ വീഡിയോസ് എടുക്കുന്നതും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇന്ന് എൻ്റെ അനിയത്തിൻ്റെ 7th month ആയിട്ടുണ്ട്. അപ്പോൾ അവളെ കൂട്ടിക്കൊണ്ടുവരുന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാം കേട്ടോ. അപ്പോൾ വണ്ടി വരാൻ ലേറ്റ് ആയി, അതുകൊണ്ട് മിയമോള് ആ ഒരു ടെൻഷനിലാണെന്നുള്ളത്. അപ്പോൾ നമ്മളിവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് TV കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മളോളെ വെള്ളിയാഴ്ചയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ പോയിട്ടുണ്ടായിട്ട് ജുമയ്ക്ക് മുന്നേ തന്നെ അവളെ വീട്ടിൽ കയറ്റണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഫുഡ് കൊണ്ടുവെക്കുന്നത് കണ്ടപ്പോൾ മിയമോളും നുഞ്ഞുമൊക്കെ പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്നിക്ക്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഒരു 10-20 ആൾക്കാരൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പത്തിരി, നൂൽപുട്ട്, ഇടിയപ്പം, പിന്നെ എന്താ കപ്പ, പൊറാട്ട, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല കപ്പയായിരുന്നു കേട്ടോ. എനിക്ക് കൂടുതൽ കപ്പയാണ് ഇഷ്ടം. പിന്നെ അവളെ ഡ്രസ്സൊക്കെ മാറ്റാനുള്ള ടൈമായി. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു, ഒന്ന് ജസ്റ്റ് ഒരുക്കി കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഷോളൊക്കെ കുത്തി ഒന്ന് സെറ്റാക്കി എടുത്ത്. ഓളെ കുറേ കസിൻ സിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഫങ്ഷൻ തന്നെ വെക്കുന്നില്ല വിചാരിച്ചതിന്, ജസ്റ്റ് ഉമ്മ പോയിട്ട് ഓളെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് വിചാരിച്ചതിന്. പിന്നാണ് മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോഴാണ് നമ്മൾ ഓളെ പിന്നെ വിളിച്ചുകൊണ്ടുവരാൻ വെച്ചത്. അതും കുറേ കുടുംബക്കാരൊക്കെ ഇനി വിളിക്കാറുണ്ട്, പക്ഷെ നമ്മൾ അടുത്ത കുടുംബക്കാരെ മാത്രം വെച്ച് ചെറിയൊരു പരിപാടി മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഡ്രസ്സ് മാറിയിട്ടും ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് അവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പിന്നെ ഉസ്താദ് വന്നിട്ടുണ്ടായിരുന്നു ദുആരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദുആരിക്കലൊക്കെ കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാട്ടോളം ഉമ്മ. അപ്പം ഉമ്മയോടൊക്കെ യാത്ര പറഞ്ഞ്, അതേപോലെ തന്നെ ഉപ്പാരോടും ഒക്കെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിട്ടോ. അങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ ഓൾക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കരയരുതെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എന്താണാവോ ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു മദ്ദാകുമ്പോഴൊക്കെ കരച്ചിലൊക്കെ വരും, സ്വാഭാവികം. അങ്ങനെ ഇന്നതാ നമ്മൾ ഇറങ്ങി. ബേക്കിലേക്കൊന്ന് തിരിഞ്ഞു നോക്കരുത് എന്നൊക്കെ വിളിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കാറിലൊക്കെ കയറി അങ്ങനെ അവർക്ക് ടാറ്റ ബബയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു എടുക്കാൻ. അങ്ങനെ അതൊക്കെ എടുത്ത് ഞങ്ങൾ പോയി. പിന്നൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ, എൻ്റെ ഏട്ടത്തിയും പ്രഗ്നൻ്റ് ആണ് കേട്ടോ. രണ്ടാൾക്കാരും ഓരോ മാസത്തെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും ദുആ ചെയ്യുക, രണ്ടാൾക്കും നല്ല ഡെലിവറിയൊക്കെ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ ഞങ്ങളെ വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങളെ വീട്ടിലെത്തിയപാട് തന്നെ അവൾക്ക് മധുരം കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ വീട് അടിച്ചിടാൻ പറ്റില്ല. അപ്പം അമ്മേൻ്റെ അനിയത്തിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവൾക്ക് മധുരമൊക്കെ കൊടുത്ത്. അപ്പോൾ ഇതാണ് ഞങ്ങളൊരു ചെറിയൊരു ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.